യോഗി ആദിത്യനാഥ് സർക്കാർ ഗംഭീരമായിട്ട് ഗുണ്ടകളെയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഭാനു സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണ്ടയെ പോലീസ് തട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഗുണ്ടകൾക്കൊന്നും ഒരു രക്ഷയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിലോ കേരളത്തിലാണെങ്കിലോ ഇവിടെ ഏതോ ഒരു ഗുണ്ട ഇന്നലെ പറയുന്ന കേട്ട ഒരു വാർത്തയിൽ കേട്ടാണ് ബംഗളൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരു മലയാളിയായിട്ടുള്ള ഗുണ്ട, ആ ഗുണ്ടയുടെ അട്ടാണി അനീഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ കേസ് പറയുന്നു. കേരളത്തിൽ ഗുണ്ടാ രാജാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ സർക്കാർ വന്നിട്ട് മാറ്റമൊന്നുമില്ല. പക്ഷേ യോഗി ഒരു ഗുണ്ടയ്ക്കൊരു ഉണ്ട എന്നുള്ളതാണ്. പ്രിയൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടാണ് കേട്ടോ ചിരി വന്നത്. അട്ടാണി അനീഷ് അല്ല, പ്രാസമൊക്കെ ഒപ്പിച്ചിട്ടല്ലേ. അപ്പം അനീഷ് എന്നായിരിക്കും അച്ഛനമ്മയും കൂട്ട പേര്. അപ്പം അദ്ദേഹം അതിന് ചേരാൻ വേണ്ടി ഇട്ടതായിരിക്കും അട്ടാണിന്ന്. എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ഒരു വീഡിയോ വളരെ വൈറലായിട്ട് നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ടല്ലോ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ബാംഗ്ലൂർക്കുള്ള ബസ്സുകളൊക്കെ ഒന്ന് പരിശോധിക്കണമെന്ന് എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. എന്തിന് 25 വയസ്സൊക്കെയുള്ള കുട്ടികൾ അങ്ങോട്ടേക്ക് വെറുതെ വരുന്നു, ഇതൊക്കെ ഒന്ന് പരിശോധിക്കാനായിട്ട് എന്താ ബുദ്ധിമുട്ട്? അപ്പം ഞാൻ ചോദിച്ചു, താങ്കൾക്ക് പരിശോധിക്കാമല്ലോ, എനിക്കല്ലല്ലോ പരിശോധിക്കാൻ പറ്റുക, താങ്കൾക്കല്ലേ പരിശോധിക്കാൻ പറ്റുക? തിരിച്ചും ചോദിച്ചിരുന്നു. എന്തായാലും നല്ല നട്ടലോടുകൂടി നമ്മുടെ പുതിയ ആഭ്യന്തരമന്ത്രി അത് നോക്കുന്നുണ്ട്. നല്ല ആൾക്കാരെ ഇറങ്ങിയവരുടെ ഈ ബാക്ക് പാക്ക് എല്ലാവർക്കും ജനിച്ച് വീണത് ബാക്ക് പാക്കോട് കൂടിയാണെന്ന് തോന്നുന്ന പോലെയാണ്. എല്ലാവരുടെയും കയ്യിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു ബാക്ക് പാക്ക് ഉണ്ടാവും. ആ ബാക്ക് പാക്ക് തുറക്കുമ്പോൾ അതിൻ്റെ നല്ല ഷേപ്പിൽ ഇത്രയും വലിയ പാക്കറ്റ് ആണ് ഈ കഞ്ചാവ് ഉൾപ്പെടെ. കഞ്ചാവാണ്, MDMA ഒക്കെ പിന്നെ ചെറുതാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾക്കാണ് ഏറ്റവും എളുപ്പം അത് ക്യാരി ചെയ്യാൻ പറ്റുക. തലമുടി ഇങ്ങനെ കെട്ടിവെക്കുകയാണെങ്കിൽ, ഇങ്ങനെ ലൂസായിട്ട് ഇടാണ്ട് തലമുടി കെട്ടിവെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്ര ഗ്രാം വേണമെങ്കിലും കൊണ്ടുപോകാം. നമുക്ക് തുറന്നു നോക്കാനും പറ്റില്ല. ഓഫീസേഴ്സിന് നല്ല ഭംഗിയാക്കി കെട്ടി വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, അതായിരിക്കും ഇപ്പോഴത്തെ ആൺകുട്ടികളൊക്കെ തലമുടി കിളിക്കോട് പോലെ ആക്കി വയ്ക്കും, പലരും പോണിട്ടയിൽ കെട്ടിയും അത് തന്നെ ഉണ്ടയായിട്ട് കെട്ടി വയ്ക്കും. അപ്പോൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ളിലേക്കുള്ള കടന്നുകയറ്റമായി എന്ന് പറയാം. ഇൻ കേസ് ആരുടെയെങ്കിലും തലമുടി ഉള്ളിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഇഷ്യൂ ആക്കാൻ പറ്റുമല്ലോ. ഇപ്പം നേരത്തെ യോഗിജിയുടെ കാര്യം പറഞ്ഞപ്പോൾ 2022 ഇലക്ഷനോടനുബന്ധിച്ച് അവിടെ വളരെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയി വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അവിടെ ആൻറ്റി റോമിയോ സ്ക്വാഡ് എന്നും പറഞ്ഞ് ഒന്നുണ്ടായിരുന്നു. അച്ഛനെ തല്ലിയാലും 2 പക്ഷം, അല്ല അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ കുറേ പേർക്കൊക്കെ ഗ്രാമത്തിലെ കുട്ടികൾക്കൊക്കെ യോഗിജി എന്ന് പറഞ്ഞ അവതാര പുരുഷൻ പോലെയാണ്. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി, പെൺകുട്ടികൾക്ക്. പക്ഷെ അവിടെയും വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ്സിൻ്റെ ആൾക്കാർ പറയുന്നു ഇത് എന്താണ് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്, ഇത് സദാചാര പോലീസിംഗ് ആണ്. എന്താ അദ്ദേഹം ചെയ്യുന്നറിയാമോ? അവിടെ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഉൾഗ്രാമങ്ങളിലേക്ക് ബഡാഗാവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഞാൻ ഉള്ളിലേക്ക് വർക്ക് ചെയ്തത്. കണ്ണത്താ ദൂരത്ത് കൃഷിയാണ്, കാണാൻ വേറെ ഒന്നുമില്ല. പട്ടാണിപ്പയർ ഇതൊക്കെ പട്ടാണിപ്പയറൊക്കെ ശരിക്കും ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് തോരപ്പരിപ്പ് അങ്ങനത്തെ കണ്ടത് അവിടെയാണ് കേട്ടോ. നോക്കുമ്പോൾ അവിടെയുള്ള തട്ട വിട്ടുള്ള പെൺകുട്ടികൾ വരെ പറയുന്നത് യോഗിജി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് സ്വാഭിമാനത്തോടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ വയസ്സറിയിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിത്തം നിർത്തും. ഒന്നാമത് ടോയ്ലറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻസ് ഇല്ല. അപ്പം അതും നമുക്ക് കിട്ടുന്നുണ്ട്. 1 രൂപയ്ക്കൊരു സാനിറ്ററി നാപ്കിൻസ്. എല്ലാ സ്കൂളിലും ശൗചാലയങ്ങളുണ്ട്, വീടുകളിൽ ശൗചാലയമുണ്ട്. ഇവിടെ വലിയ കളിയാക്കല്ല, പെട്രോളിന് സെസ് വെച്ച് ശൗചാലയം പണിയാനായിട്ട്. ശൗചാലയം ഇല്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. പുറത്ത് പോയി നിന്ന് വെളിക്കിറങ്ങുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. പ്രത്യേകിച്ചും പീരിയഡ്സ് ആയ സമയത്ത് അവരെന്ത് ചെയ്യാൻ പറ്റും? നമ്മളിരിക്കുന്ന അത്രയും ഈ ചെറിയ കസേരയിട്ടിരിക്കുന്ന സ്ഥലം പോലും ഇല്ല അവിടെ ഒരു വീട് വന്ന് പറയുന്നത്. എല്ലാം പുറത്താണ്, കിടക്കുന്നതും വയ്ക്കുന്നതും ഉറങ്ങുന്നതും ആഹാരം കഴിക്കുന്നതും കളിക്കുന്നതും വെളിക്കിറങ്ങുന്നതും ഒക്കെ പുറത്ത് തന്നെയാണ്. ഉള്ളിൽ 2-3 തകരപാത്രങ്ങൾ, അവർക്ക് വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങൾ, തുണികൾ പോലും പലതും പുറത്താണ് ഇട്ടിരിക്കുന്നത്. മഴ സമയത്ത് അത്രേ ഉള്ളൂ. കുനിഞ്ഞ് വേണം കയറാൻ, ഇത്രയും പൊക്ക ഷീറ്റ് അടിച്ചൊരു സ്ഥലം, അത്രേ ഉള്ളൂ. അവിടെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. അവർ തന്നെ പറയും, കല്യാണപ്രായം ഞങ്ങളെ കല്യാണം കഴിപ്പിക്കും പുറത്ത് മാറിക്കഴിഞ്ഞാൽ. എങ്ങാനും അച്ഛനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ഭക്ഷണം കൊണ്ടുപോയി തിരിച്ചു വന്നില്ലെങ്കിൽ നോക്കിയാൽ മതി, പിറ്റേ ദിവസം വൈകുന്നേരം നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും മരത്തിൽ തൂങ്ങിക്കിടക്കുന്നതായിരിക്കും. ഈ ആൻറ്റി റോമിയോ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ശല്യപ്പെടുത്തുക, പെൺകുട്ടികളെ അസഭ്യമായ രീതിയിൽ കമൻ്റ് അടിക്കാൻ നോക്കുക. സ്ത്രീ പോലീസുകാരെ തന്നെ വെച്ചേക്കുക. ഒരൊറ്റ അടിയുള്ളൂ, ഒറ്റ കിടപ്പാ പിന്നെ. അപ്പം എൻ്റെ കാർ ഓടിച്ചത് 10-25 വയസ്സായ ഒരു പയ്യനാണ്. അവൻ പറയാണ്, ദീദി ഞങ്ങൾ സ്വന്തം സഹോദരിമാരെ മുഖത്തേക്ക് നോക്കാൻ പോലും പേടിയായിപ്പോയി. ഗ്രാമത്തിൽ കിടക്കേണ്ട കുറേ എണ്ണം, അതിന് ശേഷം ഞങ്ങൾക്ക് പോലും പേടിയായിപ്പോയി. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? പെൺകുട്ടികളും മനുഷ്യർ തന്നെയല്ലേ?
ഉപഭോഗ വസ്തുവാണോ പെൺകുട്ടികൾ? അവർക്കും സമാധാനമായിട്ട് ജീവിക്കാനും പഠിക്കുവാനുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തു. ആ പെൺകുട്ടികൾ എന്നോട് പറയാം, ദീദി ഞങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ൽ പോവുക. ഇവിടെ അങ്ങനെയല്ലോ ഉണ്ട്, 10 കഴിഞ്ഞാൽ 11ൽ പോവും, +2 പോവും, അത് കഴിഞ്ഞാൽ കോളേജിൽ പോകും, വേണമെങ്കിൽ കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പം നമുക്കിത് മനസ്സിലാവില്ല കേരളത്തിൽ താമസിക്കുന്നവർക്ക്. പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായുവാണ് യോഗിജി തുറന്നു കൊടുത്തത്. ബുൾഡോസർ വന്നിങ്ങനെ നിൽക്കുമല്ലേ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട്, അതിൻ്റെ ഹാൻഡിലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തലയാട്ടി നിൽക്കുക, ഇറങ്ങി വാടാ, അല്ലെങ്കിൽ ഞാൻ കോരി എടുക്കും. അച്ഛൻ വിളിക്കുന്നു, മോനെ നീ സറണ്ടർ ചെയ്യും മോനെ, ഭാര്യ വിളിക്കണം ഭർത്താവേ ഒന്ന് സറണ്ടർ ചെയ്യുക, മക്കൾ വിളിക്കണം അച്ഛാ ഓടി വായോ, ഞങ്ങളെന്നെ കോരി എടുക്കാൻ ഇങ്ങനെ നിൽക്കണു എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പേടിപ്പിക്കേണ്ടവരെ പേടിപ്പിക്കണം. മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ രാജിവെച്ചു പോകാനുള്ള ആർജവം കാണിക്കണം. ഞാൻ കണ്ടതാണ് പ്രിയൻ, യോഗിജി വന്ന ഒരു പൊതുപരിപാടിയിൽ ഞങ്ങൾ കാര്യകർത്താക്കന്മാർക്കൊക്കെ ഇരിക്കാനൊരു അവസരം തന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൊതുയോഗത്തിൽ, UP-യിൽ, ഇവിടുത്തെ പോലെ ഒന്നല്ല കേട്ടോ, അവിടുത്തെ പൊതുയോഗം എന്ന് പറഞ്ഞാൽ ഒരു 1.5 പൊതുയോഗം വരും. കോക്രോച്ചുകളുടെ പോലെയല്ല, അവിടെ 500 കോക്രോച്ചുകളൊന്നും തികച്ചുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ ഈ കാണാൻ വേണ്ടി നിന്ന ആൾക്കാരാണെന്നാണ് നമ്മൾ കണ്ടതും. എനിവേ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങി. വേഷം കണ്ടിട്ടുണ്ടോ പ്രിയ? നല്ല കാവ്യ, ഇപ്പോൾ പ്രിയനിട്ടിരിക്കുന്ന കാവ്യയുടെ പോലത്തെ വളരെ സിമ്പിൾ. അല്ലാണ്ട് നമ്മൾ അവിടെയും കാണും ഇങ്ങനെ വലിയ ഈ രുദ്രാക്ഷങ്ങളും തലമുടികളൊക്കെ പിരിച്ച് ജട പിടിപ്പിച്ച് അങ്ങനത്തെയൊക്കെ അതൊന്നും സാധാരണ സിമ്പിൾ മനുഷ്യൻ തലമുടി ഷേവ് ചെയ്തിട്ട് കാവ്യമുണ്ടും കാവ്യ ജുബയും അത്ര തന്നെയുള്ളൂ. അദ്ദേഹം വരുന്ന കാറിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രത്യേക കാറും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ടവൽ, അവർ യോഗി ഇതിൽ ഇതാക്കുന്ന ഒരു ടവൽ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ യാതൊരു വ്യത്യസ്തതയും കാര്യങ്ങളും അദ്ദേഹം കിടക്കുന്ന മുറിക്കില്ല. ഇപ്പോഴും കിടക്കുന്നത് നിലത്ത് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അദ്ദേഹം നടന്നു വന്നു, എല്ലാവരും നോക്കി ഇങ്ങനെ തൊഴുതുകൊണ്ട് പോയി. അപ്പോഴേക്കും ആവേശമാണ് പൊട്ടി ഒഴുകില്. കൊച്ചു പെൺകുട്ടികൾ മുതൽ വന്നിരിക്കാൻ അവർ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അവതാര പുരുഷനാണ് യോഗിജി എന്നാണ് പറയുന്നത്. എന്ന് വന്നിട്ട് ഒരു 20 സെൻറ്റൻസിൽ സാധാരണ വളരെ ഫ്ലവറി ആയിട്ട് നമുക്ക് മനസ്സിലാവില്ല. ഇൻറ്റീരിയർ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഹിന്ദി തന്നെയാണ് പറയുന്നതെങ്കിലും അവരുടെ ആ ഒരു ഡയലക്റ്റ് കൊണ്ട് ചെയ്യുമ്പോൾ എന്താണ് പറയണതെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കൃത്യമായ ഹിന്ദിയാണ് 10ാം ക്ലാസ് വരെ പഠിച്ചൊരു ധൈര്യത്തിലാണ് ഞാൻ അവിടെ ചെന്നിരിക്കുന്നത്. എന്നോട് പറയും, യോ ദീദി ബഹുത്ത് അച്ഛാ ഹിന്ദി മേ ബാത് കർത്താ ഹേ എന്നൊക്കെ പറയും. ഓ ടീക്കേ എന്നൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. 20 സെൻറ്റൻസിൽ കാര്യം പറഞ്ഞു. ഇന്നത് ചെയ്താൽ തൂക്ക് കയറ്, ഇന്നത് ചെയ്താൽ വെടിയുണ്ട, ഇന്നത് ചെയ്താൽ ലാത്തിയടി, ഉള്ള കാര്യങ്ങൾ 20 സെൻറ്റൻസിൽ പറഞ്ഞു. കാര്യം കഴിഞ്ഞു. അദ്ദേഹം കൈകൂപ്പി എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഒരു ഫ്ലവറി ലാംഗ്വേജും ഇല്ല. അവിടെ ഇരുന്ന് എനിക്ക് പോലും മനസ്സിലായി അദ്ദേഹം എന്താ പറഞ്ഞതെന്ന്. എന്നുവെച്ചാൽ നിയമത്തിനനുസരിച്ച്, അല്ലാണ്ട് അദ്ദേഹം തന്നെ തൂക്കിക്കൊല്ലുമെന്നോ അദ്ദേഹം തന്നെ വെടിവെച്ച് കൊല്ലുമെന്നല്ല, നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടുന്ന നീതിക്കേ കാര്യമുള്ളൂ. 10-40 വർഷം 50 വർഷം കഴിഞ്ഞ് കിട്ടുന്ന നീതി കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോഴേക്കും നമുക്ക് അതിലൊരു റിജക്ഷൻ ഫീൽ ചെയ്ത് കഴിയും. എത്ര ലക്ഷക്കണക്കിന് രൂപ കുടുംബം ചിലവാക്കണം. ഈ ഇടയ്ക്ക് ഡിനൈഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ വാടിക്കൽ രാമകൃഷ്ണൻ നജിയുടെ ഭാര്യയുടെ നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച പോലെ ആ ചേച്ചി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ചേച്ചിക്ക് അറിയാം ജസ്റ്റിസ് കിട്ടിയിട്ടില്ല. തൻ്റെ ഭർത്താവിനെ കൊന്നവരിപ്പോഴും ശുദ്ധവായു ജീവിച്ച് നടക്കുന്നു, ഭയങ്കര വലിയ നിലയിൽ നടക്കുന്നു. പക്ഷേ എനിക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ആ ചേച്ചിക്ക് അറിയാം. ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ യോഗിജിയുടെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഗുണ്ടാരാജ് എന്നൊന്നുമല്ല പണ്ട് ഈ UP എത്രയോ വർഷം നമ്മളുടെ കോൺഗ്രസ് ഭരിച്ചതാണ്. UP തന്നെയാണ് നെഹ്റുജിയുടെയും അവരുടെയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നത്, അവരുടെ ബർത്ത് പ്ലേസസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഉള്ള സ്ഥലത്ത് എത്രയും പുറകോട്ടേക്ക് UP പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം കോൺഗ്രസിൻ്റെ ഭരണം തന്നെ പറയണ്ടേ. ഇപ്പം പറയുന്നുണ്ട് അവിടെ UP-യിൽ എന്താ, UP-യിൽ ജനസംഖ്യ എത്രയാന്നേ. ഈ കൊച്ചു കേരളം പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയുടെ തന്നെ ഹൃദയമാണ് UP എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ലോകശ്രദ്ധയുണ്ട്. ആ സംസ്ഥാനം പുറകിലേക്ക് പോയിട്ടില്ല, അതിനെ മുന്നോട്ട് കൊണ്ടുവരാനാണ് പരിശ്രമിക്കുന്നത്. എല്ലാ തരത്തിലും പിന്തള്ളി നിന്നിരുന്ന ഒരു സംസ്ഥാനത്തിന് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നടക്കുന്ന എന്താ പറയുന്ന ഒരു ശുദ്ധീകരണ കലശം തന്നെ നടന്നു എന്നറിയാം. ഇത്രയും വലിയ കുംഭമേള നടന്നു. ഞാൻ പോയിരുന്നു. പോയോ?
ഇല്ല പോയില്ല. എന്ത് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളോ ഗാവിയുടെ? പോയില്ലേ? നമ്മൾ വിചാരിച്ചു ദൈവമേ അവിടെ ചെന്ന് എന്തായിരിക്കും. നമ്മളും ഇങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഹസ്ബൻഡ് ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും തനിച്ചൊരു സന്യാസ ഭാവത്തിലാണ് പോയത്. ഒരു പ്രോട്ടോക്കോളോ അങ്ങനെ ഒന്നും എടുക്കാണ്ട് സന്യാസ ഭാവത്തിലാണ്. ഒരു പ്രശ്നവുമില്ല. നമ്മളുടെ MG റോഡിനെക്കാട്ടിലും വൃത്തിയായിട്ടാണ് അവിടെ കിടക്കുന്നത്. ആ ഗംഗയിൽ ഇറങ്ങി. അതിനു മുമ്പും ഗംഗയിൽ പോയിട്ടുള്ളപ്പോൾ ആൾക്കാരൊക്കെ എന്താണ് വെള്ളം കോരി, നമാമി ഗംഗ പദ്ധതി പ്രകാരം വെള്ളം കോരിയെടുത്ത് കുടിക്കുക. പണ്ട് നമ്മൾ ഗംഗയിൽ പോയാൽ ശവശരീരങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കല് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ പോയിട്ടുണ്ട്, പിന്നെയും പോയിട്ടുണ്ട്. അപ്പോൾ UP കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കുംഭമേളയ്ക്ക് ചെന്നപ്പോൾ വിചാരിച്ചു അവിടെ മുഴുവൻ ചെല്ലണതിന് മുമ്പ് നമ്മുടെ ബാഗും കൊണ്ട് വല്ലവരും ഓടിപ്പോകുമെന്ന് വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. അവിടെ ഒരു സ്ഥലത്ത് ബാഗ് വയ്ക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് പോയി വൃത്തിയായി തൊഴുതു വന്നു. അതോടുകൂടെ എക്കോണമി എത്ര മാറി. ആ എക്കോണമി, UPയുടെ എക്കോണമി, അതൊരു വിഷനാണ്. ഒരു വിഷനറി വന്നു UPയുടെ ഭരണം കൈയാളിയപ്പോൾ അവിടെയുള്ള സാധാരണക്കാരുടെ പോലും ജീവിത നിലവാരം മാറിയിരിക്കുന്നു. പ്രിയൻ ഏറ്റവും ഇപ്പോൾ പ്രിയൻ പറഞ്ഞാൽ തുടങ്ങിയത് അവിടുത്തെ ഒരു ഗുണ്ട വധിച്ചു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇവിടെ ഒരു വധം നടന്നല്ലോ. കുറേ മാവോയിസ്റ്റുകളെ ഈ CPMകാർ ശരിക്കും തന്നെ പഞ്ഞിക്കിട്ടു. കൊല്ലാൻ പാടുമോ? ഫേക്ക് എൻകൗണ്ടർ ആയിരുന്നു. എന്തെങ്കിലും ഒരു നടപടി അതിനെക്കുറിച്ച് സംസാരം ഉണ്ടായോ? അപ്പോൾ എവിടെയെങ്കിലും ഈ വടക്ക് നോക്കി യന്ത്രം പോലെ ഇരിക്കുക. യോഗി ചെയ്ത എല്ലാം തെറ്റ്, ഞങ്ങൾ ചെയ്ത എല്ലാം ശരി. അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ UP പുരോഗമിച്ചാൽ ഇന്ത്യക്കും പുരോഗതി ഉണ്ടായി. പക്ഷേ അത് കണ്ടിട്ട് ഇവിടെ നിന്ന് കുരുക്കന്മാർ ചന്ദ്രനെ നോക്കി ഓലിയിടുമല്ലോ, അതുപോലെ ഓലി ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. അവിടെ എല്ലാ തരത്തിലും സമാധാനം ഉണ്ടാവും. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മോശപ്പെട്ടൊരു സാഹചര്യമായിരുന്നു UPയിൽ. അത് ഇനി നല്ല നല്ല നിലയിലേക്ക് പോകുന്നത് കണ്ട ഒരു വ്യക്തിയാണ്. ഒരു പർദ്ദയിട്ട പെൺകുട്ടി ചേസ്റ്റ് ഇംഗ്ലീഷിൽ ജപ്പാൻ്റെ എക്കോണമിയും ഇന്ത്യയുടെ എക്കോണമിയും കമ്പയർ ചെയ്ത് എന്നോട് സംസാരിക്കാം. ഞാൻ എറണാകുളത്ത്, കേരളത്തിൽ നിന്നാണ് വരുന്നത്, മഹിളാ മോർച്ചയുടെ പ്രവർത്തകയാണെന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കാൻ ആ കുട്ടിയുടെ അറിവ് എനിക്ക് അത്ഭുതപ്പെട്ടു. ഇവിടെ PhD ചെയ്യുന്ന മറ്റേ ചിന്താ ജെറോമിനെ പോലെയുള്ള വാഴക്കൊല തേങ്ങാക്കൊലയൊക്കെ കാര്യമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നു? ഒരു മോശാവസ്ഥയിൽ നിന്നും ഏതവസ്ഥയിലേക്ക് പോകുന്നു. ഇലക്ഷൻ്റെ കാര്യം, അടുത്ത വർഷം ഇലക്ഷനിലാണ്, 22 ഇലക്ഷനാണ് ഞാൻ പോയത്. അവിടെ ഫ്ലക്സ് ഇല്ല. ഇവിടെ ഫ്ലെക്സ് യുദ്ധമല്ലേ. പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നു. ഇതൊക്കെ എങ്ങോട്ടേക്കാ പോകുന്നത്? ഭൂമിയുടെ വേറൊരു കാരണം കൂടെ ഉണ്ട്. യോഗിജിയുടെ ബർത്ത്ഡേ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിലാണ്. പരിസ്ഥിതി, അതുകൊണ്ടാണ്. അവിടെ ഫ്ലക്സേ ഇല്ല, പോസ്റ്ററുകളില്ല. നമ്മൾ പോയി ചോദിക്കും, നമ്മൾ BJPയുടെ പ്രവർത്തകരാണ്, നമ്മളൊരു ഇതൊട്ടിച്ചോട്ടയും ചോദിച്ച് അവരുടെ അനുവാദത്തോടെ അവരുടെ കഥകിൽ താമര BJPയുടെ ആ ചിഹ്നം നമ്മൾ ചെറുത് ഇത്രയേ ഉള്ളൂ, അത് ഒട്ടിച്ചു വയ്ക്കും. അത്ര എളുപ്പം ഗൃഹസമ്പർക്കവുമായി നമുക്കറിയാം ആരൊക്കെ നമ്മളോടൊപ്പം എന്നറിയാം. ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ അവിടെ ഇലക്ഷൻ്റെ സമയത്ത് കണ്ടിട്ടില്ല പ്രിയൻ. അപ്പം നമ്മൾ കാണുന്ന UP അല്ല. പ്രിയൻ അറിയാമോ, അദ്ദേഹം 26ാമത്തെ വയസ്സിൽ MP ആയതാണ്. അതെ, 26ാമത്തെ വയസ്സിൽ 98 72-ലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജനിച്ച ദിവസം. അത് കഴിഞ്ഞ് 2017-ലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അധികാരമേക്കുന്നത്. രണ്ടാമതാണ് 22-ൽ. മൂന്നാമത്തെ ഇലക്ഷനെയാണ് അദ്ദേഹം 27-ൽ അഭിമുഖീകരിക്കാൻ പോകുന്നത്. കട്ട സപ്പോർട്ടാണ്. ജനങ്ങൾക്ക് കട്ട സപ്പോർട്ടാണ്. 22-ൽ നടന്ന ഇലക്ഷനിൽ 3 കോൺസ്റ്റിറ്റ്യുവൻസി കോൺഗ്രസ് ജയിക്കുന്നതാണ് പറഞ്ഞത്. അതിലൊന്ന് പിണ്ട്ര, ഞാൻ പ്രവർത്തിച്ച സ്ഥലത്തിൽ വരുന്നതാണ് പിണ്ട്ര കോൺസ്റ്റിറ്റ്യുവൻസി. ശരിക്കും ഞങ്ങൾ പ്രവർത്തിച്ചു. അവിടെ ഉണ്ടല്ലോ BJPയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്ടാ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ആ കോവിഡിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറയും എൻ്റെ അടുത്ത്, ദീദി ഹംകോ മിൽനാ था बट क्योंकि कोविड आ गया मेडिसिन के लिए बहुत पैसा हो जाएगा ना, उसी वजह हमको नहीं मिला, हमको मिलेगा ज़रूर मिलेगा എന്ന് അവർ പറയുന്നു. അപ്പോൾ ആ കാര്യം പോലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രവർത്തകർ അവിടെ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് 22-ലെ കാര്യത്തിൽ. അപ്പോൾ പിണ്ട്ര എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസി കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഈ ബഡാഗാവൊക്കെ പിണ്ട്രയിൽ വരുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ഇത് കഴിയുമ്പോൾ തിരിച്ചു വരണം, അതായത് കുട്ടിക്കലാശം കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. തിരിച്ച് ഈവനിങ് ഫ്ലൈറ്റിൽ ഞങ്ങളൊക്കെ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ മുझे ഫോൺ മിൽ ഗയാ, ദീദി ഹംനെ ജീത് ഗയാന്ന്. പിണ്ട്രയും BJP ജയിച്ചു. അപ്പോൾ 27-ൽ
വരുന്ന തെരഞ്ഞെടുപ്പിലും യോഗി തരംഗം ആഞ്ഞടിക്കും അവിടെ. UP പഴയ UP അല്ല, ഭരിക്കുന്നത് പഴയ നേതാക്കന്മാരല്ല, ഭരിക്കുന്നത് സർവസമ്മതനായ യോഗി തുല്യനായ യുഗപുരുഷൻ നിന്ന് UP-ക്കാർ തന്നെ പറയുന്ന ശ്രീ യോഗി ആദിത്യനാഥാണ്. കാത്തിരുന്ന് കാണാം. ഇനിയും മുന്നോട്ട് പോട്ടേന്നേ. ആക്രമം എവിടെ കണ്ടാലും അടിച്ചമർത്തണം, അടിച്ചമർത്തേണ്ടടുത്ത് അടിച്ചമർത്തണം, നിയമത്തിന് അനുസൃതമായിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.